ഡിസ്ക് ബൾജാണ്. L3, L4, L5 ഡിസ്ക് ബൾജ് ആയതായിരുന്നു. ചാലക്കുടിയിലാണ് കുട്ടിന്റെ വീട്. എത്ര 4 ദിവസമായി? നമ്മള് 4-5 ഇന്ന് 4-ാം ദിവസമാണ് ഈ കുട്ടീനെ എടുത്ത് കയറ്റിക്കൊണ്ട് അവിടെ വന്നത്. ദിവസം മുതൽ വ്യത്യാസമായി തുടങ്ങിയില്ലേ? 2-ാം ദിവസം മുതൽ നടന്നില്ലേ? അപ്പൊ നടന്നു കയറിയില്ലേ? സ്റ്റെപ്പ് കയറി തന്നെ എത്ര ശതമാനം മാറ്റേണ്ട? നമുക്ക് എന്തായാലും ബെറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 2 ദിവസം ട്രീറ്റ്മെന്റുകൾ മാക്സിമം ഈ കൊച്ചിന് കൊടുക്കും. മുള തല പിടിക്കല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഫോളോ അപ്പുകൾ മാത്രമാണ് വേണ്ടി വരിക. വെള്ളം പിടിക്കല്ലേ കേട്ടോ? വെള്ളം പിടിക്കാതെ ആദ്യം വിജിതനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. വിജിതനെ ഇവിടെ കിടത്തി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്താണ് വീഡിയോ എടുത്തത്. വിജിതയുടെ നിലവിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാവും. വിജിത ഇവിടെ വന്നപ്പോഴത്തെ അവസ്ഥ, ഇപ്പൊ 4 ദിവസമായി ഇപ്പോഴത്തെ അവസ്ഥ, പിന്നെ നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്താണ് വിജിതയുടെ അഭിപ്രായം, അതും കൂടി മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞാൽ അതൊരു ഉപകാരം പറഞ്ഞു. ഞാനിവിടെ ഒരാഴ്ച വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതും എനിക്ക് തീരെ നടക്കാൻ പറ്റാണ്ടും പിന്നെ എനിക്കൊരാളുടെ സഹായം വേണമായിരുന്നു എനിക്കിവിടെ എത്താനായിട്ട്. എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നിനും ശ്വാസം പോലും എനിക്ക് വിടാൻ പറ്റില്ലായിരുന്നു. ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ കയറ്റി എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇതിൽ നിന്ന് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ വന്ന ദിവസം തന്നെ എനിക്ക് നല്ല ആശ്വാസമായി. കിടന്ന് ഉറങ്ങാൻ പോലും എനിക്ക് പറ്റിയെന്നുള്ളതാണ്. ഇപ്പന്ന് പറഞ്ഞാൽ നല്ല ആശ്വാസം എന്ന് പറഞ്ഞാല് നല്ല ഉറക്കം കിടക്കും. ഞാൻ ഒരു 2 ആഴ്ചത്തോളം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഉണ്ടായില്ല. ഈ വേദന സഹിച്ച് കരയായിരുന്നു. ഇവിടെ വന്നിട്ട് 4 ദിവസമായി. ഈ 4 ദിവസത്തിൽ ഈ 3 ദിവസം ഞാൻ നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഈ ഡോക്ടർ എന്റെ ദൈവത്തെ പോലെയാണ് ഞാൻ എന്നുവെച്ചാല് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അത് എന്നുവെച്ചാല് എനിക്ക് നല്ല വിഷമമായിരുന്നു. വെച്ചാൽ ഞാൻ ഇനി ഒരാളുടെ സഹായം ഇല്ലാണ്ട് എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ വന്നത്. നല്ല വിഷമം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ല മാറ്റം വന്നിരിക്കും. എന്തായാലും ദൈവം നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ് കേട്ടോ. നിങ്ങളെ സഹായിക്കാൻ എന്നെ ഉപയോഗിക്കുന്ന പോലെ നിങ്ങളെയും ദൈവം സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നെ ദൈവത്തെ പോലെ കാണുകയല്ല ചെയ്യുക, നമ്മളെല്ലാവരും ദൈവത്തെ ഒരേപോലെ കാണുക ചെയ്യുക കേട്ടോ. ഹാപ്പിയാണല്ലോ അല്ലേ? ഇനി 2 ദിവസം ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് സുഖമായിട്ട് പോവാം. കൃത്യമായിട്ട് ഫോളോ അപ്പിന് വരിക. അപ്പൊ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവസ്ഥയിൽ വന്നാലും ഡോക്ടർ കൈപിടിച്ച് നിങ്ങളെ ഉയർത്തുന്നാണ് എന്റെ വിശ്വാസം. കഴിക്കാൻ മരുന്നല്ലോ തന്നായിരുന്നോ? ഇല്ല. 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ വിശ്വസിച്ച് വരാം എന്ന് ഞാൻ പറയും. എന്നുവെച്ചാൽ എന്റെ നിലപാടിൽ അങ്ങനെയാണ്. ഓക്കെ. ഇവിടെ നമുക്ക് മരുന്നുകളില്ല, നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് പ്രധാനം. കാരണം എല്ലായിടത്തും വേദന വരുമ്പോൾ പെയിൻ കില്ലറുകളോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. നമ്മളിവിടെ അങ്ങനെയല്ല. വരുന്നവർ 10 ദിവസം ഇവിടെ ഉണ്ടായിരിക്കാനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ആ 10 ദിവസവും നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഒരുപക്ഷെ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതിനകത്ത് പഞ്ചകർമ്മ വരും, അതുപോലെ കൈറോപ്പതി, അതുപോലെ അക്യുപഞ്ചർ, അങ്ങനെ പല പല ട്രീറ്റ്മെന്റുകളുടെ ഒരു കോമ്പിനേഷൻ. എന്തായാലും വന്നവരെ ഒരു 100% പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുകയാണ്. എത്ര ശതമാനം പറയാം ആശ്വാസം? 75% 4 ദിവസം കൊണ്ട് ആശ്വാസം കേട്ടോ. ബാക്കി ഇങ്ങോട്ട് 2 ദിവസം കൊണ്ട് വരട്ടെ. എല്ലാവർക്കും ഇത് തന്നെ സംഭവിക്കട്ടെ കേട്ടോ. ഓക്കെ. പുറകിലിരിക്കുന്ന സാറും ഇതിന് സാക്ഷിയാണ് ഈ കുട്ടീനെ എടുത്തോണ്ട് വരുന്നത്. ശരിയാണ്.